അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും എല്ലാ ദിവസവും നല്ല സന്തോഷമുള്ള, നല്ല പോസിറ്റിവിറ്റി നിറഞ്ഞ മനോഹരമായ ദിവസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ക്ലാസ് കേൾക്കുന്നവരിൽ പലരും കടം കൊണ്ട് വലഞ്ഞവരായിരിക്കും, ലോൺ എടുത്ത് കുടുങ്ങിയവരായിരിക്കും. കാരണം പലരും ഒരുപാട് വിഷമത്തോടു കൂടിയാണ് പറയുന്നത്, വീടും സ്ഥലവും ജപ്തിയുടെ വക്കീലാണ് ഉസ്താദേ, ദുആ ചെയ്യണം എന്നൊക്കെ. ഇങ്ങനെ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ പറയുന്ന ഈ ചില കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്തു നോക്കൂ. ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് റബ്ബ് സുബ്ഹാനഹു തആല നിങ്ങളുടെ കടങ്ങൾ വീട്ടിത്തരും. റബ്ബ് സുബ്ഹാനഹു തആല എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. കടം എന്നത് നമുക്കറിയാം, ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം വലിയ അപകടമാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സമാധാനവും അതോടുകൂടി നഷ്ടമാകും. നാമൊക്കെ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, കാശുള്ളവന് എന്നും കാശാണെന്ന്. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. പണക്കാരായിട്ടുള്ള ആളുകൾക്ക് ആ പണം വെച്ച് അവർ എന്നും പണം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെയാണ് പാവപ്പെട്ട ആളുകൾ വലിയ കടക്കാരായി മാറുന്നതും. ജീവിതത്തിലെ ഏതിനും കടം വാങ്ങി പിന്നീട് അവർ ഭീമമായ തുക കടക്കിണിയിൽപ്പെടും. ചില ആളുകളുടെയൊക്കെ ജീവിതം കാണുമ്പോൾ തന്നെ സങ്കടം തോന്നും. കാരണം അവരുടെ വീട്ടിൽ അവരുടെ ഉമ്മയും ഉപ്പയുമൊക്കെ പ്രായമായിട്ടുണ്ടാകും. അവർക്ക് രോഗം വരുമ്പോൾ അത് ചികിത്സിക്കണം. മാത്രമല്ല ഭാര്യയും മക്കളും, മക്കളുടെ പഠനകാര്യം, വീട്ടിലെ ചെലവ്, കുടുംബത്തിലെ മറ്റ് മാമൂലുകൾ, കല്യാണം, സൽക്കാരം. മാത്രമല്ല ഇപ്പോൾ നമുക്കറിയാം എല്ലാ സാധനത്തിനും വില അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് ഈ അവസ്ഥയിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കടം വാങ്ങാതെ അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക? കടം വാങ്ങാൻ നിർബന്ധിതരാകും അവർ. കടം വാങ്ങുന്നതിലും പരിശുദ്ധ ഇസ്ലാം ചില മര്യാദകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ കടം വാങ്ങാൻ പറ്റുകയുള്ളൂ. ചില ആളുകളൊക്കെയുണ്ട് കടക്കാരാകുന്നത്, അത് അള്ളാഹുവിനെ മറന്നുകൊണ്ട് അഹങ്കാരത്തോടു കൂടി മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരുടെ ഇടയിൽ ഞാൻ വലിയ സമ്പന്നനാണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ടൊക്കെ, എൻ്റെ അടുത്ത് വലിയ വിലപിടിപ്പുള്ള വാഹനമുണ്ട്, വലിയ വിലപിടിപ്പുള്ള മൊബൈൽ ഫോണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, വിലപിടിപ്പുള്ള ഡ്രസ്സാണ് ഞാൻ ധരിക്കുന്നത്, എൻ്റെ വീട് വലിയ വീടാണ് എന്നൊക്കെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് കടം വാങ്ങിക്കൊണ്ട് ഇതൊക്കെ ചെയ്യുന്നവരുണ്ട്. പിന്നീട് അവരെ അല്ലാഹു സുബ്ഹാനഹു തആല ദാരിദ്ര്യത്തിൻ്റെ അടിത്തട്ടിൽ കൊണ്ടുപോയി ഇടും. കടം എടുത്തിട്ടും ലോൺ എടുത്തിട്ടൊക്കെ വലിയ വീട് വെച്ചിട്ടുണ്ടാകും. അവസാനം അവനിക്ക് ആ ലോണിൻ്റെ പണം അടക്കാൻ കഴിയാതെ അത് ജപ്തിയുടെ വക്കിലെത്തുകയും അത് ജപ്തി ചെയ്യുകയും ചെയ്യും. അവസാനം ഇത്തരക്കാരായിട്ടുള്ള ആളുകൾക്ക് അവസാനം സംഭവിക്കുന്നത് ജനങ്ങൾക്കിടയിൽ തലയുയർത്തി നടക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരിക്കും. അവർ ജനങ്ങൾക്കിടയിൽ വലിയ നാണക്കേടിലാകും. മാത്രമല്ല അവർ പിന്നീട് വലിയ ദാരിദ്ര്യത്തിൻ്റെ അടിത്തട്ടിലായിരിക്കും ഉണ്ടാകുക അവരുടെ ജീവിതം. അതുകൊണ്ട് ആവശ്യമില്ലാതെ അനാവശ്യത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും നിങ്ങൾ കടം വാങ്ങാതിരിക്കുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, നിങ്ങൾ കടം വാങ്ങുന്ന സമയത്ത് ആ കടം വാങ്ങുന്നത് നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയും എന്നുള്ള ഒരു ഉറപ്പോടു കൂടി വാങ്ങുകയാണെങ്കിൽ ആ കടം എളുപ്പത്തിൽ വീട്ടാനുള്ള പല മാർഗങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് കാണിച്ചു തരും എന്നാണ് മുത്തുനബി പറയുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നേരെ മറിച്ച് നിങ്ങൾ വാങ്ങുന്ന കടം നിങ്ങൾ ഒരിക്കലും കുടിക്കില്ല എന്നുള്ള ഒരു ഉറപ്പോടു കൂടിയാണ് നിങ്ങൾ കടം വാങ്ങുന്നതെങ്കിൽ നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു തആല നശിപ്പിച്ച് കളയും എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അത് ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു തആല നശിപ്പിച്ച് കളയും. അവൻ്റെ കുടുംബം തകരും, അവനൊരു സ്വസ്ഥതയുണ്ടാകില്ല, ഒരു സമാധാനവും ഉണ്ടാകില്ല. വലിയ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും കിടന്ന് അവൻ നട്ടം തിരിയുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതുകൊണ്ട് കടം വാങ്ങുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കുക. കടം വാങ്ങിയിട്ട് എത്രയോ ആളുകൾ നമുക്കറിയാം ആത്മഹത്യയുടെ വക്കിലെത്തിയവർ,
ആത്മഹത്യ ചെയ്തവർ എത്രയോ ആളുകളുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്കെല്ലാവർക്കും ഇതിൽ നിന്നൊക്കെ കാവൽ നൽകട്ടെ. ഒരുപാട് ആളുകളും പറയുന്ന കാര്യമാണ്, ഉസ്താദേ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു നോക്കി, എന്നിട്ടും ഞങ്ങളുടെ കടം അധികരിക്കുകയാണ്, കടം വീടുന്നില്ല എന്നൊക്കെ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് ഈ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്തു നോക്കൂ. ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ കടങ്ങൾ വീട്ടാനുള്ള മാർഗ്ഗങ്ങൾ കാണിച്ചു തരും. കടം വീട്ടാനുള്ള മാർഗം കാണിച്ചു തരും എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു തആല ആകാശത്തിൽ നിന്ന് നിങ്ങൾക്ക് നേരെ പണം എറിഞ്ഞു തരികയല്ല, ആകാശത്തിൽ നിന്ന് പണം ഇട്ടു തരികയല്ല ചെയ്യുന്നത്. നിങ്ങൾക്ക് കടം വീട്ടാനുള്ള മാർഗങ്ങൾ കാണിച്ചു തരും. അതുവഴി നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ധാരാളം സമ്പത്ത് നൽകും. ആ സമ്പത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ സമ്പത്തിൽ ബറക്കത്തുള്ളത് കൊണ്ട് ആ പണം ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെടുകയില്ല. നിങ്ങളുടെ കടങ്ങളെല്ലാം നിങ്ങൾക്ക് വീട് കിട്ടുകയും ചെയ്യും. മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് നിങ്ങൾ ദരിദ്രരാകില്ല, കടക്കാരാകില്ല. സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകും. ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം നിങ്ങൾ ജീവിതത്തിൽ നല്ല വിശ്വാസത്തോടു കൂടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞു തരുന്ന ഈ ദിക്റും ദുആയൊക്കെ ചെയ്ത് നിങ്ങൾ വീട്ടിലിരുന്നാൽ പോരാ, ഇതിനോടൊപ്പം നിങ്ങൾ അധ്വാനിക്കുകയും വേണം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ ചെയ്യുന്ന ആ അധ്വാനത്തിൽ, നമ്മൾ ചെയ്യുന്ന ആ ജോലിയിൽ, നമ്മൾ ചെയ്യുന്ന ആ ബിസിനസ്സിൽ വലിയ വിജയം നൽകുകയും നല്ല ബറക്കത്ത് ഉണ്ടാകുകയും അതുവഴി നിങ്ങളുടെ എല്ലാ കടങ്ങളും വീടിക്കിട്ടുകയും ചെയ്യും. സാമ്പത്തികമായിട്ടുള്ള വലിയ അഭിവൃദ്ധി അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല എളുപ്പമാക്കി തരികയും ചെയ്യും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ലോൺ എന്നുള്ളത് വലിയൊരു വിഷയമാണ്. ചിലരൊക്കെ ലോൺ എടുക്കുന്നത് എന്തിനാണ്? അവരുടെ അടുത്തൊരു 12 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അവർക്ക് തോന്നുകയാണ്, ഈ 12 ലക്ഷം രൂപക്ക് ഞാൻ എത്ര ചെറിയ വീടാണ് എടുക്കേണ്ടത്, അതൊന്നും പോരാ, എനിക്ക് വലിയ വീട് വേണം. അങ്ങനെ അവർക്ക് എളുപ്പത്തിൽ പണം വേണമല്ലോ. അതിനു വേണ്ടി അവർ അവരുടെ സ്ഥലത്തിൻ്റെ ആധാരമോ അല്ലെങ്കിൽ ഭാര്യയുടെ സ്വർണമോ ഒക്കെ എടുത്ത് അവർ ബാങ്കിലേക്ക് പോവുകയാണ്. അങ്ങനെയാണ് അവർ ലോൺ എടുക്കുന്നത്. അങ്ങനെ ലോൺ എടുത്തിട്ടോ അവർ ഉദ്ദേശിച്ച വീടൊക്കെ അവർക്ക് എടുക്കാൻ കഴിയും. ആ സമയത്ത് വലിയ സന്തോഷമൊക്കെ ആയിരിക്കും. എന്നാൽ ബാങ്കിൽ മാസം അടവടക്കാനുണ്ടാകും. ആ അടവ് അവർക്ക് കൃത്യം അടക്കാൻ കഴിയാതെ വരികയും പലിശ അധികരിക്കുകയും പിന്നീട് വർഷങ്ങളാകുമ്പോൾ അവർ എത്രയാണോ ലോൺ എടുത്തത് അതിൻ്റെ എത്രയോ ഇരട്ടി ബാങ്കിൽ അടയ്ക്കേണ്ട അവസ്ഥയായിരിക്കും ഉണ്ടാകുക. ആ സമയത്ത് പിന്നീട് അവർക്ക് അത് അടക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ബാങ്കിൽ നിന്ന് വന്ന് ആ വീടും സ്ഥലവുമൊക്കെ ജപ്തി ചെയ്യാൻ നിൽക്കുക. അവസാനം ജപ്തി ചെയ്യും. പിന്നീട് അവർ പോകുന്നത് വാടക വീട്ടിലേക്കായിരിക്കും. അവർ എടുത്ത വീടും അവർക്ക് നഷ്ടമായി, അവരുടെ സ്ഥലവും നഷ്ടമായി, അവരുടെ അടുത്ത് 12 ലക്ഷം രൂപ ഉള്ളത് അതും നഷ്ടമായി, എല്ലാം നഷ്ടമായി. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങൾക്കിടയിൽ നാണം കെട്ടവരായും ചെയ്തു. എന്നാൽ അവൻ്റെ കയ്യിലുള്ള ആ 12 ലക്ഷം രൂപ കൊണ്ട് ഒരു അത്യാവശ്യം സൗകര്യമുള്ള ഒരു വീടെടുത്ത് ആ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും തന്നെ വരില്ലായിരുന്നു. അവനിക്ക് സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ആ വീട്ടിൽ കിടന്നുറങ്ങാമായിരുന്നു. ഇവിടെ സംഭവിച്ചതെന്താ? അഹങ്കാരം കാരണം, അവൻ്റെ അത്യാഗ്രഹം കാരണം അവനെ അവസാനം വാടക വീട്ടിലെത്തിക്കുകയാണ് ഉണ്ടായത്. പ്രിയപ്പെട്ടവരെ, ലോൺ എടുക്കുക എന്ന് പറയുന്നത് അത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല, ഹറാമാണത്. വൻ പാപങ്ങളിൽപ്പെട്ട ഒരു വലിയ തെറ്റാണത്. അല്ലാഹു സുബ്ഹാനഹു തആല ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ഈ പലിശ എന്നുള്ളത്. നമ്മൾ വീടെടുക്കുന്നത് സമാധാനം കിട്ടാനല്ലേ? എന്നാൽ പലിശക്ക് നമ്മൾ വീടെടുത്താൽ ആ വീട്ടിൽ ഒരിക്കലും സമാധാനമുണ്ടാകില്ല. പിന്നീട് നമ്മൾ ഒരുപാട് പരിശുദ്ധ ഖുർആൻ ഓതിയിട്ടും ദിക്റുകൾ ചൊല്ലിയിട്ടും സ്വലാത്തുകൾ ചൊല്ലിയിട്ടും ഒരുപാട് ദുആ ചെയ്തിട്ടും ഇബാദത്തെടുത്തിട്ടും ഒന്നും കാര്യമില്ല. അതൊന്നും അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുകയില്ല. അത്രക്കും വലിയൊരു വൻ പാപങ്ങളിൽപ്പെട്ട വലിയൊരു തെറ്റാണ് പലിശ എന്നുള്ളത്. ഇത് കേൾക്കുന്ന ചിലർക്കൊക്കെ ഒരു തോന്നലുണ്ടാകും, ഉസ്താദിന് അത് പറയാം, കിടന്നുറങ്ങാൻ ഒരു വീട് വേണ്ടേ, സമാധാനത്തോടു കൂടി കിടന്നുറങ്ങാൻ എന്നൊക്കെ. എന്നാൽ ഞാൻ ഉറപ്പ് പറയുകയാണ്, നിങ്ങൾ
പലിശപ്പണം കൊണ്ട് വീടെടുത്താൽ ആ വീട്ടിൽ നിങ്ങൾക്ക് മരണം വരെ ഒരു സമാധാനവും ഉണ്ടാകില്ല. ഒരു ബറക്കത്തും ഒരു സന്തോഷവും ഒരു ഹാപ്പി ഒന്നും തന്നെ ആ വീട്ടിൽ നിങ്ങൾക്ക് ഉണ്ടാകില്ല. അതിനേക്കാൾ നല്ലത് പിന്നീട് നിങ്ങൾക്ക് സമാധാനം കിട്ടണമെങ്കിൽ നിങ്ങൾ വാടക വീട്ടിൽ താമസിക്കുന്നത് തന്നെയാണ്. ഇനി നമ്മൾ അറിയാതെ ലോണിൽ പെട്ടുപോയി, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടും ലോണിൽ പെട്ടുപോയി. ഇനി എന്താണ് ഒരു മാർഗം? എല്ലാത്തിനും മാർഗം പരിശുദ്ധ ഇസ്ലാമിലുണ്ട്. നമ്മൾ മനസ്സറിഞ്ഞ് താഴ്മയോടുകൂടി നല്ല വിശ്വാസത്തോടുകൂടി തൗബ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാം പുറത്തു തരുന്നവനാണ്. നമ്മുടെ മനുഷ്യനെ പോലെയല്ല. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും പുറത്തു തരും. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്തു പോയ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്തു തരുമാറാകട്ടെ. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത്, ലോൺ എടുത്ത് വലിയ പ്രതിസന്ധിയിൽപ്പെട്ടവർക്ക്, വലിയ കടത്തിൽപ്പെട്ട് കൊഴിയുന്നവർക്ക് ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ പൊടിക്കൈകൾ നിങ്ങൾ സ്വീകരിച്ചാൽ, ഈ കാര്യം നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്നാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറിക്കിട്ടും. നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്: അസ്തഗ്ഫിറുല്ലാഹൽ അളീം എന്ന് എല്ലാ ദിവസവും നിങ്ങൾ 100 പ്രാവശ്യം ചൊല്ലുക. നല്ല വിശ്വാസത്തോടു കൂടി ചെല്ലണം. അതായത്, അല്ലാഹുവേ, ഞാൻ ലോൺ എടുത്ത് പെട്ടുപോയി, എനിക്ക് ജീവിതത്തിൽ ഇനി ലോൺ എടുക്കാനുള്ള ഒരു അവസരം എനിക്കിനി നൽകല്ലേ അല്ലാ, എനിക്കിനി പുറത്തു തരണേ അല്ലാ, എൻ്റെ കടങ്ങൾ വീട്ടി തരണേ അല്ലാ എന്നൊക്കെ നല്ല ആത്മാർത്ഥതയോടുകൂടി കരഞ്ഞുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക. അതിൻ്റെ കൂടെ നിങ്ങൾ എല്ലാ ദിവസവും 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അളീം എന്ന ഈ അതിമഹത്തായ ദിക്ർ ചൊല്ലുകയും ചെയ്യുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അസ്തഗ്ഫിറുല്ലാഹൽ അളീം, അതായത് ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കുന്ന ആളുകൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി നൽകുമെന്നാണ് നമ്മുടെ നബി നമ്മെ പഠിപ്പിക്കുന്നത്. സാമ്പത്തിക ഉയർച്ച നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പണക്കാരനാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എല്ലാ ദിവസവും അസ്തഗ്ഫിറുല്ലാഹൽ അളീം എന്ന് കഴിയുന്നത്രയും ചൊല്ലിക്കോ. ചുരുങ്ങിയത് ഒരു 100 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചൊല്ലുക. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, എല്ലാ 5 വക്ത് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും 10 പ്രാവശ്യം ഇതുപോലെ അസ്തഗ്ഫിറുല്ലാഹൽ അളീം എന്ന് ചൊല്ലുക. ചെറിയൊരു ദിക്റാണ്. സെക്കൻഡുകൾ കൊണ്ട് 10 പ്രാവശ്യം ചൊല്ലാൻ നമുക്ക് സാധിക്കും. ചൊല്ലിയതിന് ശേഷം നിങ്ങൾ ഇതുപോലെ അല്ലാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. അതുപോലെ തന്നെ ഇതിനോടൊപ്പം നമ്മുടെ കടങ്ങൾ പെട്ടെന്ന് വീടിക്കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാ ദിവസവും സുബ്ഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ എന്ന ഈ ദിക്ർ 100 പ്രാവശ്യം ചൊല്ലുക. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ ഈ ദിക്ർ എല്ലാ ദിവസവും സുബ്ഹി നിസ്കാര ശേഷം 100 വട്ടം പതിവായി ചൊല്ലുന്ന ആളുകളുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ദാരിദ്ര്യം നൽകില്ല. അവർക്ക് എത്ര വലിയ കടങ്ങളുണ്ടെങ്കിലും അത് അല്ലാഹു സുബ്ഹാനഹു തആല എളുപ്പത്തിൽ വീട്ടിക്കൊടുക്കും. എല്ലാ സാമ്പത്തിക പ്രയാസങ്ങളും പ്രതിസന്ധികളും അല്ലാഹു സുബ്ഹാനഹു തആല തീർത്തു കൊടുക്കുന്നതാണ്. അത്രക്കും വലിയ മഹത്വമുള്ള ഒരു ദിക്റാണ് ഇത്. അപ്പോൾ അസ്തഗ്ഫിറുല്ലാഹൽ അളീം എന്ന ദിക്റും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ എന്ന ഈ ദിക്റും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ചൊല്ലുക. ഇനി കഴിയുമെങ്കിൽ നിങ്ങൾ ഒരു സൂറത്തും എല്ലാ ദിവസവും ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ ഓതേണ്ടതുണ്ട്. അത് കഴിയുന്നവർ ഓതുക. ഓതിയാൽ അതും സാമ്പത്തിക അഭിവൃദ്ധി നമുക്ക് ലഭിക്കുന്ന ഒരു സൂറത്താണ്, സൂറത്തുൽ വാഖിഅ. ഇത് ഒരു പ്രാവശ്യം എല്ലാ ദിവസവും ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ ഓതുന്നത് ഏറ്റവും നല്ലതാണ്. ഒരു സ്വഹാബിയുടെ അനുഭവം തന്നെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതായത്, ആ സ്വഹാബി സ്വത്തുക്കളെല്ലാം ദാനം ചെയ്തു. അപ്പോൾ ആ സ്വഹാബിയോട് ചോദിച്ചു, നിങ്ങളുടെ പെൺമക്കളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് പേടിയില്ലേ എന്ന്. അപ്പോൾ ആ സ്വഹാബി പറഞ്ഞത് ഇതാണ്: എനിക്ക് എൻ്റെ പെൺമക്കളുടെ കാര്യത്തിൽ പേടിയില്ല. കാരണം എൻ്റെ മക്കൾ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യുന്നവരാണ്, അത് അവർ പതിവാക്കുന്നവരാണ്.
അതുകൊണ്ട് ദാരിദ്ര്യത്തെ ഞാൻ ഭയക്കുന്നില്ല എന്ന് ആ സ്വഹാബി പറഞ്ഞു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ സൂറത്താണ് സൂറത്തുൽ വാഖിയ. ഈ സൂറത്ത് പതിവാക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരിക്കലും കടമുണ്ടാകില്ല, ലോണുണ്ടാകില്ല, ദാരിദ്ര്യമുണ്ടാകില്ല, സാമ്പത്തിക പ്രയാസമുണ്ടാകില്ല, പണത്തിൻ്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. അതുകൊണ്ട് ഈ സൂറത്തുൽ വാഖിയയും നിങ്ങൾ എല്ലാ ദിവസവും ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം ഓതുക. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ഈ പറഞ്ഞു തന്ന ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കി നോക്കൂ. ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും റബ്ബ് സുബ്ഹാനഹു തആല നിങ്ങൾക്ക് എത്ര വലിയ ഭീമമായ തുക കടങ്ങളുണ്ടെങ്കിലും അത് വീട്ടാനുള്ള മാർഗങ്ങൾ കാണിച്ചു തരുന്നതാണ്. ഇനി പറയാനുള്ളത്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പലിശയുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും ജീവിതത്തിൽ നിന്ന് എടുത്തു ഒഴിവാക്കുക. അതുപോലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ചെയ്യുക. മാത്രമല്ല ജോലിക്ക് പോകുക. ഇനി നിങ്ങൾ ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ ബിസിനസ് ചെയ്യുക. എന്നാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ സാമ്പത്തിക പ്രയാസങ്ങളും തീർത്തു തരും, കടങ്ങൾ വീടിക്കിട്ടും. പിന്നീട് ജീവിതത്തിൽ അല്ലാഹു ദാരിദ്ര്യം നൽകുകയുമില്ല. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തീർത്തു തരുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ഇതുപോലെ നല്ല നല്ല ഇസ്ലാമിക് അറിവുകൾ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അതുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും വലിയ വിജയം ഉണ്ടാകുവാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.